Hi all, welcome to Exam by Olympiad. So, algebra അടുത്തൊരു പ്രോബ്ലം നോക്കാം. SMO 2006 ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2027 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055. സോ നമ്മൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇത് നോക്കിയേ, ഇവിടെ ഒരു x സ്ക്വയർ പ്ലസ് 90x ഉണ്ട് അല്ലേ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, x സ്ക്വയർ പ്ലസ് 90x ഉണ്ട്. ഇവിടെ 2055 ആണ്, ഇവിടെ 2027. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055 ഇതിനെ ഞാൻ എന്ത് ചെയ്യുക, വൈ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. സോ എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിനെ എന്ത് ചെയ്യും, വൈ എന്ന് വിളിച്ചു. സോ എന്താ വരിക, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക, റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിയേ, വൈ സ്ക്വയർ മൈനസ് 28 അല്ലേ, വൈ സ്ക്വയർ മൈനസ് 28 അല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരിക. നോക്കേണ്ടത് ഇത് വൈ ആണെന്നുണ്ടെങ്കിൽ വൈ സ്ക്വയർ ചെയ്യും, അപ്പോൾ എന്താ വരിക, എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055. അതിന് 28 കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം കിട്ടൂലേ, എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2027 കിട്ടും. സോ എന്ത് ചെയ്യാം, സോറി, ഈ ഒരു ടേമിനെ, റൈറ്റിലുള്ള ടേമിനെ നമ്മൾ വൈ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലുള്ള ടേം എന്താണ്, ആക്ച്വലി ന്യൂമറേറ്റർ എന്താണ്, വൈ സ്ക്വയർ മൈനസ് 28. സോ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ സ്ക്വയർ മൈനസ് 28 ബൈ 3 ഇസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ മൈനസ് 28 ഈക്വൽ ടു 3y എന്ന് എഴുതാം. വൈ സ്ക്വയർ മൈനസ് 3y മൈനസ് 28 ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ അറിയാമായിരിക്കും അല്ലേ. ഫാക്ടറൈസേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലൈക്ക് ഇതിന് റൂട്ട്സ് കാണണം. വൈ സ്ക്വയർ മൈനസ് 3y മൈനസ് 28 ഈക്വൽ ടു 0. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ടും ഡിസ്ക്രിമിനൻ്റ് ഫോർമുല ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. എന്താണ് ഡിസ്ക്രിമിനൻ്റ് ഫോർമുല എക്സ് ഈക്വൽ ടു മൈനസ് പി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വരിക. പക്ഷേ അതിലാറ് എളുപ്പം എന്താണ്, ആക്ച്വലി നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കണം. അതായത് സം ഓഫ് ദ റൂട്ട്സ്, നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആലോചിക്കണം. സച്ച് ദാറ്റ് എന്താണ് സം ഓഫ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ സം ഓഫ് ദ റൂട്ട്സ് എന്തായിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കണം. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ബി മൈനസ് ബി അല്ല പ്ലസ് ബി. പ്രോഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്തായിരിക്കണം, സി ആയിരിക്കണം. ഇങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ആലോചിക്കാം. സോ ഇവിടുത്തെ എന്താ വരിക, നിങ്ങൾ നോക്കിയേ, സം ഓഫ് ദ റൂട്ട്സ് എന്താ വരണ്ടേ, സം ഓഫ് ദ റൂട്ട്സ് ഈ ഒരു ഇക്വേഷനിൽ നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ നോക്കുന്ന സമയത്ത് എന്ത് വരണം, -3 വരണം അല്ലേ. സം എന്തായിരിക്കണം, -3. അതാണ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നത്, ബി വരണം അല്ലേ, -3. പ്രൊഡക്റ്റ് എന്തായിരിക്കണം, -28 ആയിരിക്കണം അല്ലേ. അതെന്താണ്, ഇതാണ് സി അല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെ വരിക, -28ഉം -3 കിട്ടണം. അത് ഏതൊക്കെ നമ്പേഴ്സ് വരിക, അതെന്താ വരിക, -7ഉം 4 അല്ലേ. -7 × 4 ചെയ്ത് നോക്കിയാൽ നിങ്ങൾ, -7 × 4 എത്ര, -28 ആണ്. -7 + 4 എത്രയാണ്, -3 അല്ലേ. രണ്ട് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ്, -7ഉം 4ഉം ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ടുകൾ എന്തൊക്കെയാണ് വരിക അറിയാം, റൂട്ടുകൾ എന്തൊക്കെ വരിക, അല്ലെങ്കിൽ ലൈക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം, y -7 × y + 4 എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ റൂട്ടുകൾ എന്തൊക്കെ വരിക, y = 7ഉം y = -4. സോ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക്. അതായത് വൈയുടെ വാല്യൂസ് നിങ്ങൾ നോക്കിയാൽ y എന്താണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055 ആണ് അല്ലേ. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, എനിക്ക് ഇങ്ങനെ മാറ്റി എഴുതി കൂടെ, എക്സ് പ്ലസ് 45ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 30 ആണ്. അങ്ങനെ എഴുതിയത് ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കി, a+b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന മെത്തേഡ് വഴി എക്സ്പാൻഡ് ചെയ്ത സമയത്ത് എന്താ പറയുക, എക്സ് സ്ക്വയർ പ്ലസ് 45 × 2 90x അത് കിട്ടി, പ്ലസ് 45ൻ്റെ സ്ക്വയർ വിച്ച് ഇസ് 2025 പ്ലസ് 30 ചെയ്താൽ എന്ത് ചെയ്യും, 2055 കിട്ടും. സോ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ മാറ്റി എഴുതാൻ പറ്റും. അപ്പം ഇതിൻ്റെ വാല്യൂസ് ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്, 7 or -4. ഇത് രണ്ടും പോസിബിൾ അല്ല അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, രണ്ട് വാല്യൂസ് എന്തല്ല, രണ്ടെണ്ണം അല്ല, ഒരെണ്ണം എന്തല്ല, പോസിബിൾ അല്ല. അത് ഏതാണ് പോസിബിൾ ആവാത്തത്, -4 ആണ്. കാരണം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ഏറ്റവും മിനിമം വാല്യൂ എന്താ, x+45 അല്ലേ. x+45ൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എടുക്കാവുന്ന എന്താണ്, 0 ആണ് അല്ലേ. സ്ക്വയർ ഏറ്റവും മിനിമം വാല്യൂ പോസിബിലിറ്റി എന്താ, 0 ആണ്, നെഗറ്റീവ് എടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ് ഏറ്റവും മിനിമം. അപ്പോൾ ബാക്കി എന്താ വരിക, റൂട്ട് 30 വരും. ഈ റൂട്ട് 30 എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ LHS എടുക്കാവുന്ന ഏറ്റവും ചുരുങ്ങിയ വാല്യൂ എന്താണ്, റൂട്ട് 30 ആണ്. അപ്പോൾ റൂട്ട് 30 എന്താവില്ല, -4 മാച്ച് ആവില്ല. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ -4 എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കുക, x+45ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 30 ആണ് അല്ലേ. ആ x+45ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 30 എന്ന് പറയുന്ന ആ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ എടുക്കാവുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്താണ്, അത് ഇത് 0 ആയി പോകും അല്ലേ. കാരണം എന്താണ്, സ്ക്വയർ എന്ത് ചെയ്യില്ല, നെഗറ്റീവ് ആവില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് 0 ആവുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യും, റൂട്ട് 30 വരും. അപ്പോൾ എന്തല്ല, -4 പോസിബിൾ അല്ല എന്നെടുക്കാം. അപ്പോൾ ഒറ്റ വാല്യൂ ആയിട്ട് ചുരുങ്ങി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2055ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വിച്ച് ഇസ് 49 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 90x 7 വരും അല്ലേ, 7. 90x പ്ലസ് 2055 വിൽ ബി ഈക്വൽ ടു 49 വരും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 90x പ്ലസ് 2006 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, എന്താണ് ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റിയൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ചോദിച്ചുള്ളൂ. പ്രൊഡക്റ്റ് ഓഫ് ദ റിയൽ റൂട്ട്സ് എന്താ വരിക അല്ലേ, 2006. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പ്രീവിയസ് പ്രോബ്ലംസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ദ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, C/A ചെയ്താൽ മതി അല്ലേ. AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താണ്, C/A ആണ്. സോ C എന്താണ് 2006 ഡിവൈഡ് ബൈ A എന്താണ് 1 ആണ്, വിച്ച് ഇസ് പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട്സ് എന്താ വരിക 2006 ആണ് ആൻസർ ആയിട്ട് വരിക.